രാമജന്മഭൂമി പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുമ്പോൾ ലക്ഷ്യപൂർത്തീകരണത്തിന്റെ ഭാഗമായ കർസേവകർക്കും കഥ പറയാൻ ഏറെയുണ്ട്. രാമദൗത്യത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിന്റെ ആത്മാഭിമാനത്തിലാണ് ഓരോരുത്തരും. 1990-ലും 92-ലുമായി നടന്ന കർസേവയിൽ പങ്കെടുത്ത തൃശൂർ ജില്ലയിലെ കർസേവകരാണ് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ൂരിലെ കർസേവയ്ക്കാണ് എന്നെ നിശ്ചയിച്ചത്. ഞാൻ പോയതും ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ വളരെയധികം സന്തോഷത്തോടു കൂടിയും നമ്മൾ പോകാനായിട്ട് നമ്മളെ ഏൽപ്പിച്ച കർത്തവ്യം നിറവേറ്റിയത്. ആ സമയത്ത് നാട്ടിലെ എല്ലാ അമ്മമാരുടെയും ആശീർവാദവും അനുഗ്രഹവും വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ കർസേവയ്ക്കായി തൃശ്ശൂർ ചിന്മയ മിഷൻ അമ്പലത്തിലെത്തിയത്. അവിടുന്ന് വ്യക്തമായിട്ട് എല്ലാ അമ്മമാരും ആരുതൊഴിഞ്ഞ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര അയക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആവേശകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. വഴിനീളെ നമ്മൾ ട്രെയിനിൽ ഉല്ലാസവാന്മാരും ആവേശവുമായിട്ടാണ് നമ്മൾ പുറപ്പെട്ടത്. സ്വാഭാവികമായിട്ട് നമ്മളെ ഝാൻസിയിൽ വെച്ച് നമ്മളെ മുലിയ സിംഗിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവിടെ ഞങ്ങൾ വിവേകാനന്ദ കോളേജിൽ തെരങ്ങിലടക്കുകയുമാണ് ഉണ്ടായത്. വളരെ ആവേശകരമായിട്ടുള്ളൊരു പോക്കായിരുന്നു. ഝാൻസിയിൽ ഇറങ്ങി അവിടുന്ന് മാറി ട്രെയിൻ കയറി അയോധ്യയിൽ പോയി ഇറങ്ങി. അന്ന് പകലായതുകൊണ്ട് അവിടെ ക്ഷേത്രത്തിൽ പോയി തൊഴാനും പരിസരങ്ങളിൽ ഉള്ള ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കാണാനും ഒക്കെ സാധിച്ചു. സരയൂ നദിയിൽ കുളിച്ചു. അതിന് ശേഷമാണ് വീണ്ടും കർസേവയ്ക്ക് കയറിയത്. അതിൻ്റെ എല്ലാ പരിപാടികളും പങ്കെടുക്കാനും സാധിച്ചു. അത് തകർന്നു വീണതിന് ശേഷം അവിടെയുള്ള വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു അനുഭവമായിരുന്നു. അതിനുശേഷം തർക്കമന്ദിരം കുളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് തർക്കമന്ദിരം വീണതിന് ശേഷം പോലീസുകാരും മിലിറ്ററിക്ക് ഇറങ്ങി ഞങ്ങളവിടുന്ന് ഒഴിപ്പിച്ചു. ഇപ്പോൾ ഈ അമ്പലം പണിത് പ്രതിഷ്ഠ വരുന്നതിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. സംഘനിർദ്ദേശമനുസരിച്ച് പോയതിനാൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് അയോധ്യയിലേക്ക് തിരിച്ചത്. ബോഗിയിൽ ഫുള്ളായിട്ട് കർസേവകരുണ്ടായിരുന്നു. എന്തു വന്നാലും നേരിടാനുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയായിരുന്നു അന്ന്. എന്തു വന്നാലും 500 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൂർവികരും ഇപ്പോഴുള്ള ആൾക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഉജ്ജ്വലമായ പോരാട്ടത്തിൽ പങ്കുകൊള്ളാനായി കഴിഞ്ഞതിൽ അത്രയ്ക്ക് ഗ്രാഹ്യമില്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പോയത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷാത്കാരം അത് പൂർണ്ണമായി എന്ന് തോന്നുന്നത് ഈ പ്രാവശ്യം പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പോകാനുള്ള ക്ഷണം നമുക്കുള്ള ആ ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രനെ നേരിട്ട് കണ്ട മാതിരിയുള്ള അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് സത്യത്തിൽ മനസ്സിൽ വരുന്നത്.